Yes, welcome to Kyrgyzstan. What is up, guys? Welcome back to another brand new vlog. This is Mirvaz. And Heba. So, നമ്മളിപ്പോൾ ഉള്ളത് കിർഗിസ്ഥാനിലാണ്. അപ്പോൾ എന്തിനാ കിർഗിസ്ഥാനിൽ വന്നെന്നുള്ളതൊക്കെ ആര് പറയും? ഹെബ പറയും. So this is our 17th country. So നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ കിർഗിസ്ഥാൻ അങ്ങനെ ആരും കേട്ട് പരിചയമുള്ള ഒരു പ്ലേസ് അല്ല? കിർഗിസ്ഥാൻ കമന്റ് ചെയ്യൂ. പക്ഷെ കിർഗിസ്ഥാൻ ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. ലാൻഡ്സ്കേപ്പ്, ആൾക്കാര്, ഫുഡ്, കൾച്ചർ, ലൈക്ക് എല്ലാം. നമ്മളിപ്പോ ഇവിടെ വന്നത് കിർഗിസ്ഥാൻ നാഷണൽ യൂണിവേഴ്സിറ്റിയുടെ ഒരു ഇൻവൈറ്റിലാണ്. യെസ് ഏനപ്പുഴ ഇന്റർനാഷണൽ ക്യാമ്പസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കിർഗിസ്ഥാനിൽ. നമ്മളിപ്പോൾ നിങ്ങൾക്കറിയാം, ഞാനൊക്കെ ഒരു മെഡിക്കൽ ഫീൽഡിലുള്ള ആളാണ്. നമ്മുടെ ഏനപ്പുഴ ഇന്റർനാഷണൽ ക്യാമ്പസും അതേപോലെ നമ്മുടെ കിർഗിസ്ഥാൻ നാഷണൽ യൂണിവേഴ്സിറ്റിയും കൂടെ കൊളാബറേറ്റ് ചെയ്തിട്ട് അവർ മെഡിക്കൽ സീറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ amazing MBBS program KNU and ഏനപ്പുഴ ഇന്റർനാഷണൽ ക്യാമ്പസ് has started. സോ അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ക്യാമ്പസും വിശേഷങ്ങളും എങ്ങനെ നിങ്ങൾക്ക് ഇതിലേക്ക് എൻറോൾ ചെയ്യാന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം ഈ വ്ളോഗിൽ ഉണ്ടാവും. സോ ദിസ് ഗോൺ ബി വെരി യൂസ്ഫുൾ ഇഫ് യു പ്ലാനിങ് ടു ഡു യുവർ MBBS. +2 ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. എല്ലാവരും നെക്സ്റ്റ് ഒരു കരിയർ ഓപ്ഷൻ ഒക്കെ ചൂസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയമാണ്. സോ എല്ലാവർക്കും ഈ വ്ളോഗ് യൂസ്ഫുൾ ആവുമെന്ന് അറിയാം. സോ ഇന്ന് നമ്മൾ MBBS ഇൻ കിർഗിസ്ഥാൻ, അബ്രോഡിൽ MBBS നോക്കുന്നവരൊക്കെ ഈ വ്ളോഗ് ഫുള്ള് കാണും. ഇവിടുത്തെ ഫെസിലിറ്റീസ് ആൻഡ് ഓൾ ദി ഡീറ്റെയിൽസ് നമ്മൾ ഷെയർ ചെയ്യുന്നതാണ്. യെസ്. So KNU യൂണിവേഴ്സിറ്റിന്റെ ഫ്രണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത് വിത്ത് റാഷിദ് ആൻഡ് ആസിഫ്. ദേ ആർ ദി ഓൾ ഇൻ ഓൾ ഫോർ ദി ഏനപ്പുഴ ഇന്റർനാഷണൽ ക്യാമ്പസ് അറ്റ് കിർഗിസ്ഥാൻ. ഇവിടെ വരുന്ന എല്ലാ സൗത്ത് ഇന്ത്യൻ സ്റ്റുഡൻസിന്റെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത് ഇവരായിരിക്കും. സോ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു റാഷിദ്, താങ്ക് യു ആസിഫ്. ആക്ച്വലി ആസിഫ് മെഡിക്കൽ ഫീൽഡ് തന്നെയാണ്, ഫിസിയോതെറാപ്പിയാണ് പഠിച്ചത്. MBBS ആയിരുന്നു ആഗ്രഹം. ലൈക്ക് ആ ഒരു ടൈമിലുള്ള സീറ്റ് അവൈലബിലിറ്റി, അതുപോലെ ലൈക്ക് ഫീസിന്റെ ഹൈക്ക്. സോ ആ ഒരു ഡ്രീം അല്ലെ BPTയിലേക്ക് പിന്നെ ലൈക്ക് കോംപ്രമൈസ് ചെയ്യാണ് ചെയ്തത്. ഇപ്പൊ കിർഗിസ്ഥാനിൽ എന്താ കറന്റ്ലി നിങ്ങള് ലൈക്ക് നമ്മളെ പോലെ സ്വപ്നങ്ങൾ കോംപ്രമൈസ് ചെയ്ത ആൾക്കാർക്ക് അതായത് ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു ഗുഡ് ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഇന്ന് ലൈക്ക് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലുള്ളത്. അത് മാക്സിമം ലൈക്ക് ആ ഒരു അത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി മാക്സിമം സ്റ്റുഡൻസിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ ഇവിടെ ഇൻവൈറ്റ് ചെയ്തത്. താങ്ക് യു ഫോർ ഹാവിംഗ് us. Rashid bro, tell me more about ഈ യൂണിവേഴ്സിറ്റിനെ കുറിച്ച്, KNUവിനെ കുറിച്ചും, പിന്നെ ഈ ഒരു കൊളാബറേഷൻ, ഈ ഒരു ഏനപ്പുഴ ഇന്റർനാഷണൽ ക്യാമ്പസും KNU ഉള്ള ഈ ഒരു MBBS പ്രോഗ്രാമിനെ കുറിച്ചുള്ള ഒരു നമ്മുടെ യൂട്യൂബ് ഫാമിലിക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു കൊടുക്കാമോ? ഇവിടുത്തെ കൺസേൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഇവര് പറഞ്ഞ പോലെ രണ്ടുപേരും MBBS എന്നൊരു സ്വപ്നമായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടെ നിന്നല്ല, നാട്ടില് ഫസ്റ്റ് എല്ലാവരും നീറ്റിന് അപ്പിയർ ചെയ്യുമ്പോൾ തന്നെയാണ്. അതായത് ടോട്ടല് ഈ ഒരു 23-ല് 25 lakhs സ്റ്റുഡൻസ് ഓൾറെഡി നീറ്റിന് വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇവരൊക്കെ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ ടോട്ടൽ നമ്മുടെ കൗണ്ട് എടുക്കുകയാണെങ്കിൽ 1 lakh MBBS സീറ്റ് മാത്രമേ ഓൾ ഓവർ ഇന്ത്യയിലുള്ളൂ. അതിലൊരു 2 to 4 lakh കേരളത്തിൽ സ്റ്റുഡൻസ് അതായത് നീറ്റിന് അപ്പിയർ ചെയ്യുന്നുണ്ട് അവര്. പക്ഷേ ഒരു 4000 സംതിങ് സീറ്റ്സ് മാത്രമേ എന്താണ് കറന്റ്ലി അവൈലബിൾ ആയിട്ട് MBBSനുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളത് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേപോലെ കോമൺ ആയിട്ട് എല്ലാവരും ഒന്നെങ്കിൽ BPT അല്ലെങ്കിൽ PharmD അതുപോലെ MIT അങ്ങനത്തെ കോഴ്സിലേക്ക് ഈ MBBS ആകെയുള്ള ആൾക്കാരാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പം ഇവിടുത്തെ കൺസേൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നോർമലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ ഏനപ്പുഴ യൂണിവേഴ്സിറ്റിയിലെ മാംഗ്ലൂരൊക്കെ ഒരു 12 ലക്ഷം 14 ലക്ഷത്തിന് നമുക്ക് മിനിമം എന്തിനു വരുന്നുണ്ട്, നഴ്സിംഗിന് വരുന്നുണ്ട്. അപ്പം ഈ നഴ്സിംഗ് ആണെങ്കിലും ഇപ്പൊ എന്താണെങ്കിലും MBBS സ്വപ്നത്തെ മാറിയിട്ടാണ് പിന്നെ ഈ നഴ്സിംഗിലേക്കൊക്കെ വരുന്നത്. അപ്പോൾ ഇവിടുത്തെ നമ്മളിപ്പോൾ ഇവിടെ ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ കാരണം എന്താ വെച്ചാൽ, നമുക്ക് അവിടെ ടോട്ടൽ 250 സീറ്റ്സ് ആണ് നമുക്ക് എന്താ അപ്രൂവൽ ഉള്ളത്. അപ്പോൾ ഇവിടെ ആകുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് കുറച്ചും കൂടി സ്റ്റുഡൻസിനെ പഠിപ്പിക്കാം. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനുള്ള ഒരു ആൻസർ പോലെയാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിനെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പറയുകയാണെങ്കിൽ ഒരു 25 lakh to 30 lakhന്റെ ഉള്ളിൽ, അതിന്റെ ഉള്ളിൽ നമുക്ക് ഈ 5 വർഷത്തെ പഠിപ്പും കഴിഞ്ഞിട്ട് സ്റ്റുഡൻസിന് ഇവിടുന്ന് ഒരു MBBS ഡിഗ്രിയാണ് കിട്ടുന്നത്. പിന്നെന്താ വെച്ചാൽ ഏതൊരു കാര്യം എടുത്ത് നോക്കുമ്പോഴും ഇപ്പൊ MBBS മെയിനായിട്ട് ഇന്ത്യയിൽ തന്നെയാണ്, ഇന്ത്യൻ MBBS തന്നെയാണ് എപ്പോഴും ടോപ്പ് വാല്യൂ ഉള്ളത്. അപ്പം അതേ ഇന്ത്യൻ MBBSന്റെ ഏനപ്പുഴ യൂണിവേഴ്സിറ്റിന്റെ അതേ ഫാക്കൽറ്റീസ് നമുക്ക് ഇവിടെ വന്നിട്ട് സെയിം ക്ലാസ്സും അതേപോലെ തന്നെ നമ്മുടെ അവിടെയുള്ള അതേ ലാബ്സും കാര്യങ്ങളും ഇവിടെ വന്ന് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇവിടേക്ക് റീപ്ലേസ് ചെയ്യുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സെയിം അതായത് അവർക്കുള്ള അമെനിറ്റീസ് അതേപോലെ ഫാക്കൽറ്റീന്റെ എക്സ്പോഷർ കാര്യങ്ങളൊക്കെ അവിടുന്ന് അവർക്ക് സെയിം കിട്ടും. ഒരു 1/3 ഓഫ് ദി എമൗണ്ടിൽ
നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും. ഇവിടുത്തെ ബാക്കിയുള്ള കാര്യങ്ങൾ, അതായത് ഇവിടുത്തെ ഹോസ്പിറ്റൽ ഇന്റേൺഷിപ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യും, KNU തന്നെ അത് കറക്റ്റ് ചെയ്ത് തരും. സർട്ടിഫിക്കറ്റും കാര്യങ്ങളും KNUവിന്റെ അണ്ടറിലുള്ള സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളും ഉണ്ടാവുക. കിർഗിസ്ഥാൻ ചൂസ് ചെയ്യാനുള്ള കാരണം എന്താ? കാരണം ഇപ്പം ആസ് ട്രാവലേഴ്സ് എനിക്കാണെങ്കിൽ ഹെബക്കാണെങ്കിൽ അധികം ഫെമിലിയർ അല്ല കിർഗിസ്ഥാൻ. സോ എന്നിട്ട് നിങ്ങൾ കിർഗിസ്ഥാൻ ചൂസ് ചെയ്തു. സോ വൈ കിർഗിസ്ഥാൻ? ഇതെന്താ മെയിൻ കൺസേൺ എന്ന് വെച്ചാൽ ഇപ്പം 2023 കണക്കെടുക്കുകയാണെങ്കിൽ നമുക്ക് 9 മില്യണോളം ട്രാവലേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം ഇതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ മോസ്റ്റ് ഓഫ് ദ ഒരുപാട് ആൾക്കാർ കേരളത്തിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. നമ്മളിപ്പോ ദുബായ് ഒക്കെ ഓൺ അറൈവൽ അതിനെ കൊണ്ട് എല്ലാവർക്കും വരാനും അതിൽ പോകാനും. ഇപ്പൊ നമ്മളിവിടെ ഒരു കോഴ്സ് എടുക്കുമ്പോൾ NRI സ്റ്റുഡൻസ് ഉണ്ടാവും, നോർമൽ സ്റ്റുഡൻസ് ഉണ്ടാവും, ഇപ്പൊ ദുബായിൽ സെറ്റിൽ ആയിട്ടുള്ള മലയാളി ഫാമിലീസ് ഉണ്ടാവും. അപ്പൊ അവർക്കൊക്കെ എന്താ വെച്ചാൽ ഓൺ അറൈവൽ അവർക്ക് ഒരു 2 ഡേയ്സ് ലീവിനൊക്കെ വന്നിട്ട് പോയി എടുത്ത് പോകാൻ പറ്റും. കമ്പാരിറ്റീവ്ലി നമുക്ക് നോക്കുമ്പോൾ അവിടുത്തെ കോസ്റ്റും അതേപോലെ ഇവിടുത്തെ ലിവിംഗ് കോസ്റ്റ് രണ്ടും ഡിഫറൻസ് ഉണ്ട്, നല്ല ഡിഫറൻസ് ഉണ്ട്. നമുക്കതെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ തന്നെ അതേ ഒരു ഏകദേശം ആ ഒരു റേഞ്ച് തന്നെയാണ് നമുക്ക് ഇവിടുത്തെ കറൻസി സിമിലർ ആണോ അല്ലെ? അത് ചെറിയ ഡിഫറൻസ് ഉണ്ട്, പക്ഷെ ഏകദേശം ഒരു പോയിന്റ് സംതിങ് ഡിഫറൻസ് ആണ്. അഫോർഡബിൾ ആണ്, ലിവിംഗ് കോസ്റ്റും അഫോർഡബിൾ ആണ്. നല്ല യൂണിവേഴ്സിറ്റീസും ഇപ്പൊ നിങ്ങൾ KNU ആണെങ്കിൽ പോലും ഒരുപാട് വർഷങ്ങളായിട്ടുള്ള യൂണിവേഴ്സിറ്റി ആണ്. KNU എന്ന് പറഞ്ഞപ്പോ നമുക്ക് ഈ ഒരു ബിഷക്കിന്റെ ലാൻഡ്മാർക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ KNU ആണ്. ഇവർക്ക് ഒന്ന് ടൂറിസം ഒന്ന് എഡ്യൂക്കേഷൻ ആണ് ഇവിടുത്തെ മെയിൻ വരുമാനം. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്, മീഡിയം ഓഫ് ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണ്. നമുക്ക് പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ വരുന്നത് ഇംഗ്ലീഷിലാണ് വരുന്നത്. പിന്നെ ഇവിടുത്തെ ലോക്കൽ 1-2 സബ്ജക്ട് ഉണ്ടാവും, അത് ഇവിടുത്തെ ഫാക്കൽറ്റീസ് ആണ് വരിക. അപ്പോ നമുക്ക് ചുറ്റുള്ളത് മൊത്തം KNUവിന്റെ തുർക്കി, ചൈനീസ് ഇവരുടെ ഒക്കെ ക്യാമ്പസ് ആണ്. സോ നമുക്ക് മൊത്തം അതൊന്ന് കണ്ടിട്ട് വരാം. സോ KNU യൂണിവേഴ്സിറ്റിയിലെ ഓഡിയോ വിഷ്വൽ റൂമാണിത്. ദിസ് റൂം ആക്ച്വലി പ്ലേസ് എ ഹ്യൂജ് റോൾ. കാരണം ഇവിടുത്തെ യൂണിവേഴ്സിറ്റീസ് നമ്മുടെ നാട്ടിലുള്ള യൂണിവേഴ്സിറ്റീസുമായിട്ടൊക്കെ ഒരു കോൺഫറൻസ് കോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നൊക്കെ ഇവിടെ വെച്ചിട്ടാണ്. ഈവൻ ഇഫ് ദ സ്റ്റുഡൻസ് ഹാവ് ബീൻ ടോൾഡ് ഇപ്പോൾ നാട്ടിലുള്ള യൂണിവേഴ്സിറ്റിയുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എല്ലാം ഈ ഒരു ഓഡിയോ വിഷ്വൽ റൂമിലാണ് അവർ ചെയ്യുന്നത്. വീഡിയോ കോൾ, സൂം മീറ്റിംഗ്സ് ഇൻ എവറിഥിങ്. ഓൾ സച്ച് മീറ്റിംഗ്സ്, സൂം കോൺഫറൻസ് ഒക്കെ ഈ ഓഡിയോ വിഷ്വൽ റൂമിലേക്കാണ് സ്റ്റുഡൻസും ഫാക്കൽറ്റീസ് ഒക്കെ വരുന്നത്. ഈവൻ ഇറ്റ്സ് ഓൾഡ് യൂണിവേഴ്സിറ്റി, അപ്പോൾ ലെറ്റ്സ് സേ ഇവരെല്ലാ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്തിട്ട് എനിക്ക് തോന്നി. ആൻഡ് ദിസ് ഈസ് ഓൾസോ സംതിങ് വെരി നൈസ് ടു സീ. ഒരുപാട് ഫെസിലിറ്റീസും യൂണിവേഴ്സിറ്റിനെ കുറിച്ച് നമുക്ക് കാണാൻ ബാക്കിയുണ്ട്. So let's see the other part of the university. So this is like a general conference hall. It's not lecture hall. Not a lecture hall. It is only a conference. Yes. Very big. For like 200 people. Yeah, only that. All right. സോ ഇത് ഇവരുടെ കോൺഫറൻസ് ഹാൾ ആണ്. ഒരു For 200. example, yesterday we meet our Prime Minister. The Prime Minister of Kyrgyzstan. All right. Okay. So ഇവരുടെ കോൺഫറൻസ് ഹാളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്, KNU യൂണിവേഴ്സിറ്റിന്റെ. ആൻഡ് ഈവൻ ലാസ്റ്റ് ഡേ കിർഗിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ പോലും ഈ ഒരു കോൺഫറൻസ് ഹാളിൽ വന്നിട്ട് ഇവരുടെ ഇവന്റ്സ് എല്ലാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. So this is another conference hall here. കുറച്ച് ചെറുതാണെന്ന് അവർ പറഞ്ഞു. സോ കോൺഫറൻസ് ഹാളിലും ലെറ്റ്സ് സേ ഒരുപാട് കോൺഫറൻസ് ഹാൾസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. വീഡിയോ കോൾ റൂംസ് കണ്ടു നമ്മള്. പിന്നെ അവരൊരു വലിയ കോൺഫറൻസ് ഹാൾ കണ്ടു. ആൻഡ് ദിസ് ഈസ് ലൈക്ക് എ സ്മോൾ കോൺഫറൻസ് ഹാൾ എന്നാണ് പറയുന്നത്. ഇവിടുത്തെ മെഡിക്കൽ കോൺഫറൻസ് ഒക്കെ നടക്കുന്ന ഒരു ഹാളും കൂടിയാണ്. സോ ലെറ്റ്സ് ഹാവ് ലുക്ക് അറ്റ് ദി അതർ പാർട്സ് ഓഫ് ദിസ് യൂണിവേഴ്സിറ്റി. കം ഓൺ. നെക്സ്റ്റ് ഇയർ ഇറ്റ് വിൽ ബി 100 years. സോ ഇവർ ഈ മാർബിൾ ഓൾമോസ്റ്റ് ഒരു 100 വർഷം പഴക്കമുണ്ടെന്നാണ് ഇവർ പറയുന്നത്. സോ ഈ ഒരു യൂണിവേഴ്സിറ്റിക്ക് സോവിയറ്റ് യൂണിയന്റെ കാലത്തുള്ള യൂണിവേഴ്സിറ്റിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. സോ മച്ച് ഹിസ്റ്ററി. വി ആർ ഗോയിങ് ബാക്ക് ഇൻ ടൈം. 100 വർഷമായിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയിലാണ്. So welcome to the official medical classroom at KNU University. So ഇവിടെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ മെഡിക്കൽ സ്റ്റുഡൻസിനൊക്കെ വരുമ്പോൾ ക്ലാസ്സസ് ഉണ്ടാവുക. സോ പ്രിറ്റി ബിഗ് ക്ലാസ് റൂംസ്.
സോ ശരിക്കും എനിക്ക് ഇവിടെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു ബാക്ക് ടു കോളേജ് ഫീലാണ്. നമ്മൾ ലോങ് ലെക്ചർ ഹാൾസ് ഒക്കെ മെഡിക്കൽ സ്റ്റുഡൻസിന് നീറ്റ് എഴുതുന്ന ഒരുവിധം എല്ലാവരുടെയും ഡ്രീം എന്ന് പറയുന്നത് MBBS ആണ്. ഡിഫറെൻറ്റ് മെഡിക്കൽ കോഴ്സിലേക്ക് ടേൺ ചെയ്യാൻ റീസൺ എന്ന് പറയുന്നത് നമ്മളെ നാട്ടിലെ ഈ ഒരു സീറ്റിൻ്റെ അവൈലബിലിറ്റി, അതുപോലെ മാനേജ്മെൻറ്റ് ഫീസ് സ്ട്രക്ചർ ഒക്കെ ആയിരിക്കും. സോ ഇവിടെ കിർഗിസ്ഥാനിൽ നമുക്ക് അഫോർഡബിൾ ആയിട്ട് ലെറ്റ്സ് സേ ഒരു 25 to 30 lakhs ഏനപ്പുഴ എന്നുള്ള ഒരു യൂണിവേഴ്സിറ്റീൻ്റെ അണ്ടറിൽ തന്നെ നമുക്ക് നമ്മളെ MBBS എന്നുള്ള ഡ്രീം അച്ചീവ് ചെയ്യാൻ പറ്റും. ഏനപ്പുഴ ഇന്റർനാഷണൽ ക്യാമ്പസും കിർഗിസ്ഥാൻ നാഷണൽ യൂണിവേഴ്സിറ്റിയും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് അവർ ഇങ്ങനെ ഒരു മെഡിക്കൽ പ്രോഗ്രാം ചെയ്യുന്നത്. പിന്നെ എനിക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഏനപ്പുഴയിലത്തെ സെയിം ഫാക്കൽറ്റീസ് ആണ് വന്ന് ക്ലാസ് എടുക്കുന്നത്, വിച്ച് മീൻസ് എല്ലാം ഇന്ത്യൻ ഫാക്കൽറ്റീസ് ആണ്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇവരുടെ ക്ലിനിക്കൽ സൈഡ്, ലാബ് സൈഡ് ഒക്കെ ഏനപ്പുഴയിലെ സെയിം ഫെസിലിറ്റീസ് ആണ്. ഏനപ്പുഴയിലെ ലാബ് എന്ന് പറയുന്നത് ഇന്ത്യാസ് ബെസ്റ്റ് സിമുലേഷൻ ലാബാണ്. സോ ആ സെയിം ഫെസിലിറ്റിയാണ് ഇവിടുത്തെ സ്റ്റുഡൻസിന് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇതുപോലെ ഒരുപാട് ഫെസിലിറ്റീസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ അബ്രോഡിൽ ഒരു അഫോർഡബിൾ റേറ്റിന് MBBS നോക്കുന്നുണ്ടെങ്കിൽ ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. മീറ്റ് ടിം ആണ് ഇവിടെ ബേസിക്കലി റഷ്യൻ ലാംഗ്വേജ് ആണ് കൂടുതൽ. സോ ടിം ആണ് നമ്മളെ ട്രാൻസ്ലേഷനും കാര്യങ്ങൾക്കൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. സോ യൂണിവേഴ്സിറ്റിയിൽ നമ്മളിപ്പം ഒഫീഷ്യൽസ് ഒക്കെ ആയിട്ട് സംസാരിക്കുമ്പം ടിം ആണ് അവർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക, തിരിച്ച് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. സോ ടിം സ്പീക്സ് ചൈനീസ്, റഷ്യൻ, ഇംഗ്ലീഷ് and Kyrgyz. So 4 languages. Alright guys, so meet Sharath, who's the project director of Yenapoya International at Kyrgyzstan. Hi Sharath, nice to meet you. Hi. Nice How are you doing? Good. So, നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് ക്യാമ്പസ് എല്ലാം കണ്ടു. We got a small briefing. It's like ഒരു വിന്റേജ് ക്യാമ്പസ് തന്നെ പറയാം അല്ലേ? 100 വർഷത്തോളം പഴക്കമുണ്ട് ക്യാമ്പസിന്. So Sharath, for all our audience watching, ഇപ്പോൾ അവർക്ക് അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിന് കിർഗിസ്ഥാൻ അവർ ചൂസ് ചെയ്യണം MBBS പഠിക്കാൻ? Like why should they choose KNU and this Yenapoya International Campus for MBBS? Okay. So basically, here in Kyrgyzstan, this being capital city Bishkek, in and around Kyrgyzstan, there are close to about 20-something universities operating in the field of medicine. Okay, and of this, a lot of them are private universities, and there are very few government universities. Very few in the sense, in numbers, there are about 2 or 3 government universities that is actually operating a medical program in Kyrgyzstan. So here there are 2 types of programs. Okay, one is where they teach in Russian for the local Kyrgyz, and one is the international program. So Kyrgyzstan National University, being one of the oldest universities and the top universities, and MBBS being one of the most primary streams of study, they have came on board with their authorization and licensing in 2019 in that year. So in that spectrum, Yenapoya comes on board as a expertise in medical academic partnerships. Alright. So Yenapoya is completely taking care of the academic delivery of the program. The degree and all will be given by Kyrgyz National University, KNU. Okay, and everything else will be managed by Yenapoya. So Yenapoya themselves are renovating the campuses. They are renovating, the labs. They are making into a much more sophisticated labs, like with simulation centers, just at par with whatever we are doing it in Yenapoya, in our campus in India. So this is the first international campus of Yenapoya, right? Yeah, this is the first overseas campus that we And operate. ഞാനും ഈ മെഡിക്കൽ ഫീൽഡിൽ ആയതുകൊണ്ട് തന്നെ എനിക്കൊരു ഒത്തിരി ഡൗട്ട്സ് ഉണ്ടാവും. സോ അബൌട്ട് ദ FMG എക്സാം, Right. സോ അതിന്റെ പാസിംഗ് പെർസെൻറ്റേജ് ഒക്കെ ഒത്തിരി കുറവാണ് നമ്മൾ പൊതുവേ കേൾക്കാറുണ്ട്. സോ വാട്ട് അബൌട്ട് ദാറ്റ്? See, അതാണ് the difference ഇവിടെ വരുമ്പോൾ. Okay, Yenapoya being a NAC A+ accredited university with top 100 ranking in NIF in India, they are completely specializing in this medical training themselves. So ഇവിടെ വരുമ്പോൾ normally in universities where in abroad, foreign universities in general, the pass percentage is about 20% in general. Okay, അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ the delivery of academics is according to this country, wherever the host country is. So with this partnership with KNU and Yenapoya, what we try to bridge is whatever we are teaching in Yenapoya will also be delivered here. Oh, great. Plus we are adding whatever that being taught here according to the rules of this university. So it is called a syllabus mapping.
Okay, so there will be some subjects that they So might. you'll be training them like from fifth year and so all. yeah, from 5th year onwards we'll be training them. So For the it will be- exam? Yeah, for the exams. So from this next year onwards, it will be called as next examination. It will be called as national exam. ശരിക്കും അത് വലിയൊരു കാര്യമാണ് ആ ഒരു എക്സാം ക്വാളിഫൈ ചെയ്യാന്ന് പറയുന്നത്. വലിയൊരു ഡിഫറൻസ്. സോ ഇപ്പോൾ ഈ നെക്സ്റ്റ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എല്ലാ ഇന്ത്യയിലുള്ള എല്ലാ യൂണിവേഴ്സിറ്റീസും ഇതിൽ അപ്ലിക്കബിൾ ആണ്. സോ ഇന്ത്യയിൽ പഠിച്ചാലും നിങ്ങൾ വിദേശത്ത് പഠിച്ചാലും ഇറ്റ് ഇസ് ദ സെയിം സിസ്റ്റം. സോ ഇറ്റ് ഡസന്റ് മേക്ക് എ ഡിഫറൻസ് വെരി സ്റ്റഡി. വിത്തൗട്ട് പാസിംഗ് ദിസ് എക്സാം യു വിൽ നോ ലോnger get license. Okay. ആൻഡ് ഓൾസോ ഇപ്പൊ ഇവര് ഹോസ്പിറ്റൽസ് ആയിട്ടൊക്കെ ടൈപ്പ് ചെയ്യുന്നത് എങ്ങനെയാ? അതായത് കിർഗിസ്ഥാൻ ബിഷ്കെക്കിലുള്ള എല്ലാ ഗവൺമെന്റ് ഹോസ്പിറ്റലും യൂണിവേഴ്സിറ്റിന്റെ അണ്ടറിലേക്ക് വരും. Okay, so practical side they can go to any hospitals. Mainly everybody here goes to government hospitals. Yeah, government hospitals. Yeah, because one So exposure wise അവർക്ക് നല്ലൊരു പ്രാക്ടിക്കൽ നോളജ് ഉണ്ടാവും ഇങ്ങനെ ഗവൺമെന്റ് ഹോസ്പിറ്റൽസുമായിട്ട് ടൈപ്പ് ഉണ്ടായതുകൊണ്ട് തന്നെ. പിന്നെ അവിടെ ട്രെയിൻ ചെയ്യുന്ന ഇവർക്ക് ഹോസ്പിറ്റലിൽ വരുമ്പോൾ ഇവരെ പ്രാക്ടീസ് ചെയ്യുന്ന സ്റ്റാഫ് കാര്യങ്ങളൊക്കെ അവിടുത്തെ ഡോക്ടേഴ്സ് തന്നെ ആയിരിക്കും. അവർ they are coming on board with this. Okay, So okay. they'll be a part of our system and studies. So only thing is whatever we are teaching in NFI India അവിടെയുള്ള കോഴ്സും കാര്യങ്ങളൊക്കെ And also you have ഇപ്പൊ ഇവര് വെക്കേഷനിൽ സ്റ്റുഡൻസ് പോകുമ്പോൾ NFI ഇന്ത്യയിലേക്ക് പോകും. വെക്കേഷനിൽ പോകുമ്പോൾ കുട്ടികൾ നോർമലി ഇവിടെ 2 മാസം വെക്കേഷൻ ഒക്കെ കിട്ടാറുണ്ട്. ഇതിൽ ഇപ്പോൾ നാട്ടിലാണെങ്കിൽ ഇറ്റ്സ് എ കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ. യു ഡോണ്ട് ഹാവ് ഹോളിഡേസ്. No. So anywhere outside Even after university exam we'll get only 10 days. Yeah. But anywhere outside normally you have summer vacation and we also have Christmas vacation which starts like mid of December and Winter will go, vacation. winter vacations. So it'll go up to like mid of January or something like that. അപ്പോൾ ഈ മെയിൻ വെക്കേഷനിൽ സമയത്ത് വി ആർ ഗിവിംഗ് ദം സംതിങ് കോൾഡ് ആസ് ഒബ്സർവർഷിപ്പ് വേർ ദേ വിൽ ഗോ ടു NFI campus. We will train them in certain things which is in addition to this. Okay. It is not a part of our Inside the academic hospital system. only. In the Inside the hospital, hospitals, practical yes, wise. Practical wise. They will not treat patients and everything, but Yeah. they will learn practically what happens in our hospitals in With the India. doctors along. Yes. This is something that they can എനിക്ക് choose. തോന്നുന്നു ഏനപ്പുഴയായിട്ട് കമ്പൈൻ ചെയ്ത ഹോസ്പിറ്റൽസിലൊക്കെ ഇവർക്ക് ചൂസ് ചെയ്യാം. ഇവർക്ക് choose ചെയ്യാം. ഇവരെ ഏനപ്പുഴ നിങ്ങളുടെ- മാംഗ്ലൂരിൽ തന്നെ പോയി ചെയ്യണമെന്നില്ല. They have tie up with 22 Yes, hospitals yes, and all. yes. So So അവർക്ക് ഈ if ഒരു it is something near Calicut, we have Aster and all those things. ഗ്രേറ്റ് അല്ലെ വെക്കേഷൻ ടൈമിൽ നമുക്ക് നാട്ടിലെ ഒരു എക്സ്പോഷറും പ്രാക്ടിക്കൽ നോളജും കൂടെ ഗെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു നല്ല. So that's how we have designed this program so that it gives a dual delivery. And the reason we are making this as an additional program is so that we fulfill that NMC requirements. NMC requires us to teach them for 54 months here only. So whatever we do more than 54 months is addition. ഏനപ്പുഴന്റെ അണ്ടറിലാവുമ്പോൾ തന്നെ ഇറ്റ്സ് ലൈക്ക് ഒരു നമുക്കൊരു വലിയ ട്രസ്റ്റും കൂടെയാ. കാരണം അവരുടെ ഒരു പ്രാക്ടിക്കൽ ട്രെയിനിങ് ആയിക്കോട്ടെ, ക്ലിനിക്കൽ സൈഡ്, എവറിത്തിങ് ഇസ് ദ ബെസ്റ്റ്. ലൈക്ക് നാട്ടിലുള്ള എല്ലാവർക്കും ഏനപ്പുഴ ഇസ് നോട്ട് എ ന്യൂ തിങ് ഫോർ us. സോ ഇതിന്റെ അണ്ടറിലുള്ള MPPS എന്ന് പറയുമ്പോൾ നമ്മളും അതാണ് ഫോളോവേഴ്സിന്റെ അടുത്ത് നമ്മൾ ഇത്ര ഇലാബറേറ്റ് ചെയ്ത് പറയുന്നത്. നമുക്ക് ഇവിടുത്തെ ഫെസിലിറ്റീസും എല്ലാ പോയിന്റ്സും നിങ്ങൾക്ക് കൺവേ ചെയ്യണമെന്നുണ്ട്. അതുകൊണ്ടാണ് വ്ളോഗിൽ ലൈക്ക് അവർക്ക് ചോദിക്കാനുള്ള ഡൗട്ട്സ് ആണ് ഞാൻ ആക്ച്വലി ചോദിക്കുന്നത്. So Did we talk about the budget, like fee structure? Did we talk about it? no, actually നമ്മൾ സംസാരിച്ചിട്ടില്ല. നിങ്ങൾ നാട്ടിൽ പഠിക്കുകയാണെങ്കിൽ നോർമലി ഒരു ഗവൺമെന്റ് സീറ്റ് അല്ലാതെ നിങ്ങളൊരു മാനേജ്മെന്റ് സീറ്റ് എടുക്കുകയാണെങ്കിൽ ഓൺ ആൻ ആവറേജ് എനി യൂണിവേഴ്സിറ്റി യു ടേക്ക് ഫ്രം ദ ലോവസ്റ്റ് കോസ്റ്റ് നോക്കുകയാണെങ്കിലും ഇറ്റ് ഇസ് സംവെയർ ബിറ്റ്വീൻ 95, 110, 120 and all that. Okay, this is only tuition fees. Plus you have hostel and all the other things. So normally an average hostel in India will cost you somewhere about, I think about 1 lakh rupees per year. Yeah, okay. So the biggest benefit for them is that same model and same delivery of education, we are doing it in 1/3 the cost. Okay, on an average ഇവിടുത്തെ ട്യൂഷൻ ഫീസ് വന്നിട്ട് ഏകദേശം 24 to 30 lakh rupees ബജറ്റിനുള്ളിലാണ് വരുന്നത് for the entire 6 years program. And even if I include, like, say, hostels, okay, include yaningilum, which is not more than like annual hostels is like for $800. It is not even $1,000. Okay, we are trying to keep it that. We are trying to give this very similar hostels. Ee region la item value difference between our university and other universities are hostels. Most of them have common hostels like 10 rooms and few bathrooms and stuff. We are trying to change that. We are trying to get our separate bathrooms. Like house urgency and all. അവർക്ക് ഇവിടെ തന്നെ ചെയ്യാനോ അല്ലെങ്കിൽ ലൈക്ക് നാട്ടിലേക്ക് So പോകണമെങ്കിൽ as per medical council policy, നിങ്ങൾ 5 വർഷം ഇവിടെ പഠിച്ച ശേഷം 54 months പഠിച്ച ശേഷം you have to do a 1-year internship here. Then you have to get a license from here, and then you can go back to India, and then you can write the next examination, and then you can do internship that's the there. same thing. Okay. So here they are fulfilling all these conditions. The government is also very keen
ജസ്റ്റ് ഇതിന്റെ തൊട്ടപ്പുറത്ത് ഇപ്പുറത്തുള്ള രാജ്യങ്ങൾ, അതായത് കസാഖിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, ഈവൻ കുറച്ചും കൂടി അങ്ങോട്ട് പോയ ജോർജിയ, they are all fulfilling this condition. So same thing this region is also fulfilling. So on an average ഇവിടെ ഏകദേശം like about 15 to 20,000 some students are studying Okay. on campus. സോ എനിക്കൊന്ന് ഹെബ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ഓഡിയൻസിന് അറിയാനുള്ള കാര്യങ്ങളായിരുന്നു നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഷെറിൻ, താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ഇൻസൈറ്റ്ഫുൾ ഇൻഫർമേഷൻ. വി വർ ഓൾസോ ഏബിൾ ടു കാച്ച് അപ്പ് ആൻഡ് മീറ്റ് ദി റെക്ടർ ഓഫ് ദി യൂണിവേഴ്സിറ്റി. സോ ദാറ്റ് വാസ് ഓൾസോ എ ന്യൂ എക്സ്പീരിയൻസ് ഫോർ us. So thank you for all the information and we wish you the very best. Thank you. Thank you so much for coming to Thank you. Kyrgyzstan. It's an honor. Thank you. Give us a show. Thank you. സോ ക്യാമ്പസ് എല്ലാം കണ്ടു. താങ്ക് യു ഒരു ക്യാമ്പസ് ടൂർ ഒക്കെ തന്നതിന്. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു ഗ്രേറ്റ് MBBS പ്രോഗ്രാമിനാണ് നിങ്ങൾ ഇവിടെ ഇനിഷ്യേറ്റ് ചെയ്തിരിക്കുന്നത്, അതും കിർഗിസ്ഥാൻ പോലത്തെ ഒരു കൺട്രിയിൽ. സോ ഫസ്റ്റ് ഓഫ് ഓൾ വിഷിംഗ് ദി വെരി ബെസ്റ്റ്. താങ്ക് യു. അപ്പൊ ഇനി നമ്മളിവിടെ വന്നു, വി ആർ ഹാപ്പി വിത്ത് വാട്ട് വി സോ. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മളുടെ യൂട്യൂബ് ഓഡിയൻസിന് ഡെഫിനറ്റ്ലി ഇതിനെ കുറിച്ച് കറക്റ്റ് നിങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു. എന്തിന് കിർഗിസ്ഥാൻ ചൂസ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഇനി ഫൈനലായിട്ട് എന്താ നമുക്ക് നമ്മുടെ സ്റ്റുഡൻസിനോട് പറയാനുള്ളത് നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കണം. അതും കിർഗിസ്ഥാനിലെ ഈ ഏനപ്പുഴ ഇന്റർനാഷണൽ ക്യാമ്പസിന്റെ MBBS പ്രോഗ്രാമിനെ കുറിച്ചിട്ട് നിങ്ങളുടെ ഒരു ഹൈലൈറ്റ് പോയിന്റ്സ് നിങ്ങളൊന്ന് പറഞ്ഞു തന്നു. ലൈക്ക് അതായത് നമ്മൾ ഈ പ്രോഗ്രാം ഫസ്റ്റ് ചൂസ് ചെയ്യുന്നതിന്റെ മുന്നേ, ലൈക്ക് അതായത് ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ മുന്നേ എന്തൊക്കെ പ്രോബ്ലംസ് ആണ് കറന്റ് എബ്രോഡ് MBBS പഠിക്കുന്ന സ്റ്റുഡൻസ് നേരിടുന്നത്, അതിലേക്ക് ഇതുപോലെ അത് കഴിഞ്ഞ സ്റ്റുഡൻസിനെ വെച്ച് നമ്മൾ 5ഓളം സ്റ്റുഡൻസിനെ വിളിച്ച്, അതായത് ഓൾറെഡി എംബ്രോയ്ഡറി പഠിക്കുന്നതും കഴിഞ്ഞതുമായിട്ടുള്ള 5ഓളം സ്റ്റുഡൻസിനെ വിളിച്ച് അവരുടെ കാര്യങ്ങളെ പ്രശ്നങ്ങളെ സംസാരിച്ച് അതിനുള്ളൊരു സൊല്യൂഷൻ പോലെയാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇന്ത്യൻ ഫാക്കൽറ്റീസ് വരുന്നത്, അതേപോലെ തന്നെ നമുക്ക് FMG എക്സാമിന്റെ നമ്മുടെ ക്ലാസ്സസ് വരുന്നത്. വെൽ പ്ലാൻ സൊല്യൂഷൻ ആണ് നിങ്ങൾ ഇവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ എന്താണോ ഇന്ത്യയിൽ പ്രത്യേകിച്ച് നമ്മുടെ എനപ്പുഴയിൽ MBBS പഠിക്കുന്ന അതേ ക്വാളിറ്റിയോട് കൂടിയിട്ട് അവർക്ക് ഇവിടെ പഠിക്കാം. ലൈക്ക് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അവിടുത്തെ ലാബ്സ് ആയിക്കോട്ടെ A to Z കാര്യങ്ങൾ ഇവിടേക്ക് നേരെ റീപ്ലേസ് ചെയ്തത്. ഇന്ത്യയിലെ തന്നെ ടോപ്പസ്റ്റ് സ്റ്റിമുലേഷൻ ലാബിൽ വരുന്നതാണ് അവിടുത്തെ ലാബ്. ആ സെയിം ലാബാണ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫീ സ്ട്രക്ചർ പറഞ്ഞ പോലെ ഫീ സ്ട്രക്ചർ ഒരു മെയിൻ ഹൈലൈറ്റ് ആണ്. കാരണം ഒരുപാട് പേരുടെ ആഗ്രഹമാണ് MBBS. അതും ഇതുപോലെ ഒരു അബ്രോഡ് വന്ന് ഇത്രയും 1/3 എമൗണ്ടിന് നമുക്ക് ഒരു MBBS ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ആണ് നിങ്ങളോട് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഡെഫിനറ്റ്ലി ദിസ് ഇസ് സംതിങ് നമ്മളുടെ ഫോളോവേഴ്സിന് ഇപ്പൊ MBBS പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പൊ നമ്മളിങ്ങനെ കിർഗിസ്ഥാനിലേക്ക് വരാനും നിങ്ങൾ നമ്മളെ ഇൻവൈറ്റ് ചെയ്തതിലും ഇവിടുത്തെ റെക്ടറിനെ മീറ്റ് ചെയ്യാൻ പറ്റിയതിലും ഈ ഒരു ക്യാമ്പസ് ഇത്രയും വലിയൊരു ക്യാമ്പസ്, അത് അത്രയും ഒരുപാട് ഹിസ്റ്ററി ഉള്ള ഒരു ക്യാമ്പസ് കാണാൻ പറ്റിയതിൽ വി ആർ റിയലി ഹാപ്പി. വി വിഷ് ദ വെരി ബെസ്റ്റ് ഫോർ ഏനപ്പുഴ ഇന്റർനാഷണൽ ക്യാമ്പസ് അറ്റ് കിർഗിസ്ഥാൻ. Thank you Asif bro for having us, Rashid bro for having us. Wishing the very best. So guys, that ends up an amazing day at Kyrgyzstan. First time ആണ് ഇതുപോലത്തെ ഒരു കൺട്രിയിൽ വരുന്നതും ലൈക്ക് ഇവിടുത്തെ കൾച്ചർ, ഇവിടുത്തെ പീപ്പിൾ, ഈവൻ ദോ ഇറ്റ് വാസ് ജസ്റ്റ് ലൈക്ക് 1-2 days സ്റ്റേ ഹിയർ, നമുക്ക് ഇവിടുത്തെ പീപ്പിൾ, ഇവിടുത്തെ യൂണിവേഴ്സിറ്റീസ്, ഇവിടുത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അനദർ കൺട്രി, അനദർ ന്യൂ ഡേ, അനദർ ന്യൂ കൺട്രി എന്ന് പറയുന്ന പോലെ. സോ കെനിയുടെ കംപ്ലീറ്റ് വിശേഷങ്ങൾ നിങ്ങൾ കണ്ടു. ഓൾസോ ദ ഫസ്റ്റ് ഓഫ് ഷോർ ക്യാമ്പസ് ഫോർ ഏനപ്പുഴ അല്ലെ, അതും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവരുടെ MBBS സ്റ്റഡി പ്രോഗ്രാമിനെ കുറിച്ചിട്ടാണ് നമ്മൾ കംപ്ലീറ്റ്ലി ഈ വ്ളോഗ് നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഡെഫിനറ്റ്ലി ഈ വ്ളോഗ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. കാരണം അതുപോലത്തെ ഒരു പ്രോഗ്രാമാണ് നിങ്ങൾക്ക് നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. സോ നിങ്ങൾ ഈ ഒരു പ്രോഗ്രാമിൽ ഇൻട്രസ്റ്റഡ് ആണ്, എൻറോൾ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഐ ഷെയർ ഓൾ ദ ഡീറ്റെയിൽസ് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ഡൗൺ ബിലോ. നിങ്ങൾക്ക് കംപ്ലീറ്റ് എൻക്വയറീസ് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ബഡ്ജറ്റിനെ, നിങ്ങളുടെ ഫീസ്, ഇതിൻ്റെ ഫീ സ്ട്രക്ചറിനെ കുറിച്ചിട്ടാണെങ്കിലും, ലൊക്കേഷനെ കുറിച്ചാണ്, കിർഗിസ്ഥാനെ കുറിച്ചിട്ടാണെങ്കിലും you can call them or you can email them. They'll be more than happy to help you. Go and check it out and enroll as quickly as possible കാരണം limited seats മാത്രമാണ് ഉള്ളത്. So thank you for watching. See you guys with another brand new vlog. Bye bye. Assalamu alaikum.